കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറിയായ ജയതിലക് റവന്യൂ സെക്രട്ടറിയായിരിക്കെ സ്വീകരിച്ച നടപടിയാണ് അനധികൃത മരം മുറിക്ക് വഴിവെച്ചതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ജോസഫ് മാത്യു. സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ച് നിയമലംഘനങ്ങൾ പുറത്തുകൊണ്ടുവരാതെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ നിലവിലെ കുറ്റപത്രത്തിലെ ആരോപണങ്ങൾക്ക് ആവില്ല. മനഃപൂർവ്വം കേസ് അട്ടിമറിച്ചതാണെന്നും ജോസഫ് മാത്യു ജനം ടിവിയോട് പറഞ്ഞു. അത് അദ്ദേഹം പറയണം. ആ ഉത്തരവ് എങ്ങനെ ഇല്ലെങ്കിൽ ഡിഫൻസ് ലോയർ എടുക്കുമ്പോൾ പറയില്ലേ. പിന്നെ 24/10/20 ഇറങ്ങിയ ഉത്തരവിൻ്റെ ബലത്തിൽ ആ നവംബർ മാസത്തിൽ തന്നെ വ്യാപകമായ മരമുറി നടന്നു എന്നുള്ളത് എല്ലാ റെക്കോർഡ്സുകളും കൊണ്ട് വ്യക്തമാണ്. എന്നിട്ട് 8 മാസങ്ങൾക്ക് ശേഷമാണ് FIR ഇടുന്നത്. ആ FIRൽ പറഞ്ഞിരിക്കുന്ന മൊഴി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എന്ന് പറയുന്നു. അതെങ്ങനെ അറിവോ സമ്മതം ഇല്ലാതെ? അവരുടെ ഉത്തരവ് ഇത് മുഴുവൻ രേഖ പരിശോധിച്ചാൽ അവരറിഞ്ഞുകൊണ്ടാണ്. അത് വായിക്കുമ്പോൾ തന്നെ അറിയാം ഈ ക്രിമിനൽ കേസ് വളരെ ദുർബലമാണെന്നുള്ളതിൻ്റെ FIRൽ തന്നെ തുടക്കത്തിൽ തന്നെ ആ പരാതി ഒരു ജെനുവിനായിട്ടുള്ള പരാതിയല്ല. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൽ കൊടുത്തിരിക്കുന്ന പരാതിയാണ് FIR. അത് ഒരു ജെനുവിനായിട്ടുള്ള പരാതിയല്ല എന്ന് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും.